ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചിൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ട് ക്രാബ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണം, ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്രാബ് എങ്ങനെയാണ് ഒരു ക്രാബ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാൻ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. വളരെ ടേസ്റ്റുള്ള ഒരു ക്രാബ് റോസ്റ്റാണ്. ഇനി ഇത് ഞണ്ട് നന്നാക്കാൻ അറിഞ്ഞൂടാ, ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ എന്നൊന്നും പറഞ്ഞാൽ ആരും ക്രാബും ഒന്നും മേടിക്കാതിരിക്കേണ്ട. എല്ലാവരും മേടിച്ച് നന്നായിട്ട് ക്രാബ് റോസ്റ്റൊക്കെ ചെയ്ത് കഴിക്കണം. കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന്, അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വാ. അപ്പോൾ ഞണ്ട് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി പോലത്തെ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്ന എല്ലാവരും കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി ആ ഉരുളിയിലേക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലായാലും മതി, ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ക്വാണ്ടിറ്റി ഇല്ല, ഒരു 2-3 സവാളയും കുറേ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് അതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റി, ചെറിയ ഉള്ളിയാണ് നമുക്ക് ടേസ്റ്റ് തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് എരിവുള്ളത് എടുത്തിട്ടുണ്ട്, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത്തിരി വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞിട്ട് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണം. കല്ലുപ്പ ഏറ്റവും നല്ലത് കേട്ടോ. കല്ലുപ്പില്ല, പൊടിയുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഞണ്ട്, കാലും ആ ഫ്ലഷും എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, എല്ലാ ഭാഗവും ഒന്ന് മസാല പിടിക്കാൻ പാകത്തിനൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കണ്ട, എന്നാലും ഒരു 2 കപ്പ് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി പോരാഞ്ഞത് കാരണം 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ച് തന്നെ വേവിക്കണം. ഒരു 15-20 മിനിറ്റ്. നമ്മൾ പുഴുങ്ങിയെടുത്ത ഞണ്ടാണ് കേട്ടോ, എന്നാലും ഈ മസാല എല്ലാം പിടിക്കാൻ പാകത്തിന് ഒരു 15 മിനിറ്റെങ്കിലും വെച്ചൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വറ്റി വരാനായിട്ട് നമ്മൾ വെക്കണം. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, മസാല എല്ലാം നല്ല കുറുകുറാന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക്